സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി നഗരത്തിന് പുതുമയുള്ള കാഴ്ചകൾ സമ്മാനിച്ച് കോഴിക്കോട് രൂപത സംഘടിപ്പിച്ച പ്രഥമ ഫെലിക്സ് നതാലിസ് മഹാ ക്രിസ്മസ് ഘോഷയാത്ര ശനിയാഴ്ച വൈകിട്ട് 4-ന് കോഴിക്കോട് സിറ്റി സെൻറ് ജോസഫ്സ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര രാത്രി 7-ഓടെ ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ചു. 1000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് കോഴിക്കോടിനെ ഇളക്കിമറിച്ച മഹാ ക്രിസ്മസ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. സെന്റ് ജോസഫ്സ് ദേവാലയാങ്കണത്തിൽ കോഴിക്കോട് രൂപതാധ്യക്ഷൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് സമാധാനത്തിന്റെ സന്ദേശമായ പ്രാവുകളെ പറപ്പിച്ചുകൊണ്ടാണ് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മാനവികതയെ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഉയർത്തുവാനാണ് ക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് തന്നെ സകലരും ജാതിമത ഭേദമന്യേ അംഗീകരിക്കുന്ന ഒരു സ്നേഹ സന്ദേശമാണ് ക്രിസ്തുവിലുള്ളത് എന്ന് പിതാവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് രൂപതയുടെ മീഡിയ സെന്ററായ പാക്സ് കമ്മ്യൂണിക്കേഷൻസ് സംഘടിപ്പിച്ച ഫ്ലാഷ് മോബും ഉദ്ഘാടന ചടങ്ങിന് പകിട്ടേകി. സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ നിന്നും വയനാട് റോഡ് വഴി CH ഓവർ ബ്രിഡ്ജിലൂടെയാണ് ക്രിസ്മസ് ഘോഷയാത്ര സമാപന വേദിയായ ബീച്ച് ഫ്രീഡം സ്ക്വയറിലെത്തിയത്. സമാപന സമ്മേളനം കോഴിക്കോട് നഗരസഭാ മേയർ ബീന ഫിലിപ്പ് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശ എന്ന ആശയം എനിക്കും നിനക്കും ഉതകും വിധം പങ്കുവെക്കപ്പെടണം എന്ന വലിയൊരാശയം ഈ ഘോഷയാത്രയിലെ ഒരുമിച്ച് കൂടലിൽ പങ്കുവെക്കുവാനും പകർന്നു നൽകുവാനും നമുക്ക് സാധിച്ചു. സാംസ്കാരിക നഗരമായ കോഴിക്കോടിനെ സമാധാനത്തിന്റെ പറുദീസയാക്കി മാറ്റുവാൻ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾക്ക് സാധിക്കട്ടെ എന്ന് മേയർ ആശംസിച്ചു. അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം വർണ്ണശബളമാക്കി പാക്സ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിലുള്ള തീം സോങ് പ്രസന്റേഷനും മേരിക്കുന്ന് നിർമ്മല നഴ്സിംഗ് കോളേജും പ്രൊവിഡൻസ് കോളേജും സംയുക്തമായി അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസും നാടകവും അരങ്ങേറി. രൂപത ഫെറോന വികാരി ഫാദർ ജെറോം ചിങ്ങത്തറ ചടങ്ങിന് നന്ദി അർപ്പിച്ചു. ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജൻസൺ പുത്തൻവീട്ടിൽ, നിരവധി വൈദികർ, സന്യസ്തർ, അൽമായർ, യുവജനങ്ങൾ എന്നിവരുടെ സഹായവും സഹകരണവും ചടങ്ങിന് മാറ്റുകൂട്ടി. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം പേറുന്ന ക്രിസ്മസ് ഘോഷയാത്ര വൻ വിജയമായ സാഹചര്യത്തിൽ കൂടുതൽ ആഘോഷ പരിപാടികളുമായി വരും വർഷങ്ങളിലും തുടരുമെന്ന് അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് അറിയിച്ചു. പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് രൂപത.